യൂറോപ്പിലെ ഒരു മഞ്ഞുകെട്ടിയ തടാകത്തിലേക്ക് ഒരു രഹസ്യ സൈനിക ഡ്രോൺ ഇടിച്ചു വീഴുന്നു. എന്നാൽ ഈ സംഭവം ഭയപ്പെടുത്തുന്നത് അതിന്റെ ഉറവിടം കൊണ്ടും തുടരുന്ന യുദ്ധത്തിന്റെ അപകടസാധ്യതകൾ എങ്ങനെ വ്യാപിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നതിനാലുമാണ്. തിങ്കളാഴ്ച ലിത്വേനിയ എന്ന നാറ്റോ അംഗരാജ്യത്തിന്റെ വ്യോമപരിധിയിലേക്ക് ഒരു സംശയാസ്പദ സൈനിക ഡ്രോൺ കടന്നുകയറി. പിന്നീട് ഇത് ബെലാറസ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള മഞ്ഞുകെട്ടിയ തടാകത്തിലേക്ക് വീണു. ആദ്യത്തിൽ ഇത് വലിയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തി. ഇതൊരു ആക്രമണമാണോ, പ്രേരണയാണോ, അല്ലെങ്കിൽ അതിലും അപകടകരമായ എന്തെങ്കിലും കാര്യമോ? ഒരു ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇങ്ക റുഗിനിയനെ ഒരു അതിശയകരമായ വിവരം സ്ഥിരീകരിച്ചു. ഈ ഡ്രോൺ യുക്രൈനിൽ നിന്നാണ് വന്നത്. അധികൃതർ പറയുന്നതനുസരിച്ച് ഈ ഡ്രോൺ റഷ്യയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനായിരിക്കാം അയച്ചത്. എന്നാൽ മധ്യവഴി തെറ്റി ഇത് തെറ്റിദ്ധരിപ്പിച്ച് ലിത്വേനിയയുടെ പ്രദേശത്ത് കടന്നുകയറിയത്. ഇതൊരു സാധാരണ നാവിഗേഷൻ പിശകായി തോന്നാം, പക്ഷേ വിദഗ്ധർ പറയുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ചിത്രമുണ്ടെന്നതാണ്. ലിത്വേനിയയുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി, ഇതൊരു പ്രാദേശിക സംഭവമല്ല, ഇത് വലിയ സുരക്ഷാ സാഹചര്യത്തിന്റെ ഭാഗമാണ്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം ഇനി അവരുടെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. ലിത്വേനിയ പോലുള്ള നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങൾക്കും ഇപ്പോൾ അപകട സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാദ്യമായല്ല ഇത്തരം സംഭവം നടക്കുന്നത്. 2025 ജൂലൈയിൽ ബെലാറസിൽ നിന്ന് 2 സൈനിക ഡ്രോണുകൾ ലിത്വേനിയയുടെ പ്രദേശത്ത് കടന്നു കയറിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഇന്റലിജൻസ് ഏജൻസികൾ അത് അപകടമായി സംഭവിച്ചതാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിച്ച് നടക്കുന്നത് ഇപ്പോൾ നാറ്റോ അംഗരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? കാരണം ലിത്വേനിയ നാറ്റോയുടെ ഭാഗമാണ്. ഒരു നാറ്റോ രാജ്യത്തിന് നേരെയുള്ള ഭീഷണി വലിയ തലത്തിൽ സംഘർഷമുയർത്താനിടയാക്കാം. അതുകൊണ്ടാണ് ലിത്വേനിയ ഇതിനകം തന്നെ കൂടുതൽ ശക്തമായ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ നാറ്റോയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡ്രോണുകൾ, മിസൈലുകൾ, മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയിൽ നിന്ന് കൂടുതൽ സുരക്ഷയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ പുതിയ സംഭവം ഒരു വലിയ ആശങ്ക വീണ്ടും മുന്നിലെത്തിക്കുന്നു. ആധുനിക യുദ്ധം, പ്രത്യേകിച്ച് ഡ്രോണുകളുടെ ഉപയോഗം വളരെ പ്രവചിക്കാനാകാത്തതാണ്. രാജ്യങ്ങളുടെ അതിർത്തികൾ കൂടുതൽ അസുരക്ഷിതമാകുന്നു. ഒരുപക്ഷെ അനുദ്ദേശ്യമായ സംഭവങ്ങൾ പോലും വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമാകാം. ഇപ്പോൾ വരെ ഇതൊരു അപകടമായിരുന്നുവെന്ന് അധികൃതർ വിശ്വസിക്കുന്നു. ലിത്വേനിയയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ സൂചനകളൊന്നുമില്ല. എന്നാൽ പ്രധാന സന്ദേശം വ്യക്തമാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുന്നിടത്തോളം അടുത്തുള്ള രാജ്യങ്ങൾ അപകട സാധ്യതയിൽ തുടരും. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ കൂടുതൽ ആവർത്തിക്കാനും സാധ്യതയുണ്ട്. ഒരു ഡ്രോൺ, ഒരു തെറ്റായ വഴിത്തിരിവ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് ദൂരെയുള്ള യുദ്ധങ്ങൾ പോലും എത്ര അടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ശക്തമായ സന്ദേശമാണിത്.